എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് ഞങ്ങൾക്ക് ഓരോരോ തിരക്ക് കാരണം വീഡിയോസ് ഇടാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞങ്ങളൊരു പഴംപൊരിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം. അതിന് മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ അതിൽ ബെൽ ബട്ടൺ അമർത്തി അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ചെയ്യണം. എന്നാലാണ് ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ബൗളിലൊരു അര ഭാഗം മൈദമാവാണ് എടുത്തിരിക്കുന്നത്. മൈദമാവ് കൊണ്ടാണ് നമ്മൾ പഴംപൊരി ഉണ്ടാക്കാൻ പോണത് കേട്ടോ. ഇനി ഇതിന് നമുക്ക് കുഴച്ചെടുക്കണം. മാവിനെ നമ്മൾ വേറൊരു പാത്രത്തേക്ക് ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഒരു 1.5 സ്പൂണ് അരിപ്പൊടി ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. വലിയ സ്പൂണിലാണ്. ഈ സ്പൂണിൽ ഒരു 1.5 സ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള് സോഡാപ്പൊടി, പിന്നെ അതേപോലെ തന്നെ ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ ഈ സ്പൂണും കൊണ്ട് ഒരു 3 സ്പൂണ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടാൽ മതി. ഇത് ഞാൻ 3 സ്പൂണ് നിറച്ചിട്ടിട്ടില്ല, കുറച്ച് കമ്മിയായിട്ട് തന്നെ ഇട്ടിട്ടുള്ളൂ. 3/4 സ്പൂണ് എടുത്തിട്ടുള്ളൂ. ഈ സ്പൂണിൽ 2 സ്പൂണ് 3/4 സ്പൂണ് 1 സ്പൂണ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. നല്ല ലൂസാകാൻ പാടില്ല. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ആവശ്യത്തിന് വേണ്ട വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. നമ്മുടെ മാവ് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. ഇതേപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കട്ടയൊക്കെ ഉടച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. ഈ ഒരു പരിവാണ് നമുക്ക് വേണ്ടത് പഴംപൊരിക്കുള്ള മാവ്. ഈ മാവ് കുഴച്ച ഉടനെ തന്നെ നമുക്ക് പഴംപൊരി ഉണ്ടാക്കാൻ പറ്റില്ല. അത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ടാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതേപോലെ നന്നായിട്ട് കുഴച്ച് കൊടുക്കണം. എന്നാലാണ് നമ്മുടെ മാവെല്ലാം നന്നായിട്ടൊന്ന് പൊന്തി വരുള്ളൂ. അതല്ലെങ്കിൽ നമ്മുടെ പഴംപൊരിക്ക് ഒരു പെർഫെക്റ്റ് കിട്ടില്ല. അത് കാരണം നന്നായിട്ട് കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കാം. വെള്ളം മാതിരി ലൂസാക്കാതെ ഈ ഒരു പരുവത്തിൽ ആക്കിയെടുത്താൽ മതി. ഇതിനി നമുക്ക് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം. പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ഞാൻ 4 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഞാൻ എടുത്ത പഴം നല്ല പഴുത്തതാണ്. ഇതൊരു പഴത്തിന് ഞാനൊരു 4 പീസാക്കി എടുക്കുന്നുണ്ട്. ഇതിന് വേണമെങ്കിൽ നമുക്കൊരു 5-6 പീസാക്കി എടുക്കാം. ഒരു പഴത്തിന് ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ ഒരു 6 പീസ് വരെ കിട്ടും. പക്ഷെ അത് നല്ല നൈസാവും. നമ്മൾ വീട്ടിലേക്കല്ല ഉണ്ടാക്കണം. അപ്പോൾ 4 പീസാക്കാം. ഇനി ഇതിന് വേണ്ട എണ്ണ നമുക്ക് ചൂടാവാനായിട്ട് വയ്ക്കാം. ചൂടായി വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. എണ്ണ ഇതവിടെ ചൂടായിട്ടുണ്ട്. നമ്മൾ പഴത്തിന് മാവിലിട്ടിട്ട് ഇതേപോലെ എല്ലാവിടെയും നന്നായിട്ടൊന്ന് ഇങ്ങനെ ആക്കുക. മാവ് എല്ലാവിടെയും ആക്കുക പഴത്തിൻ്റെ. എന്നിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ടൊന്ന് എല്ലാവിടെയും ആക്കിയതിന് ശേഷം ഇതിനെ നമ്മളിങ്ങനെ പിടിച്ചിട്ട് എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ എല്ലാം പഴത്തിനെയും നമുക്ക് എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് പഴംപൊരി ഉണ്ടാക്കണുള്ളൂ, അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചത്. ഇത് നമുക്ക് കളർ ചേഞ്ച് ആകുമ്പോൾ തന്നെ ഇതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇതിപ്പോൾ ഇവിടെ കളർ മാറിയിട്ടുണ്ട്. അതിനൊന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി മറിച്ചിട്ടിട്ട് അതേപോലെ കളർ അപ്പുറത്തും ചേഞ്ച് ആയിട്ട് വേണം നമുക്കിതിനെ കോരിയെടുക്കാൻ. ഇവിടെ നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് എണ്ണയൊക്കെ ഒന്ന് പോട്ടെ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് കോരിയിടാം. ഞാനത് അടുത്തത് ഇട്ട് കൊടുത്തു. ഇത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒന്ന് നമുക്ക് ഈ അടുപ്പൊന്ന് കൂട്ടി വെച്ചിട്ട് ബാക്കി ഇട്ടതിന് ശേഷം നമുക്കൊന്ന് സിമ്മാക്കി വെച്ചാൽ മതി. നന്നായി കത്തിച്ച് വെച്ചാൽ ചിലപ്പോൾ അത് കരിയും. എണ്ണ ഇടുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം എടുത്തിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് കൂട്ടി വയ്ക്കുക. എന്നിട്ട് ചൂടായിട്ട് പിന്നെ ഇതേപോലെ സിമ്മാക്കി വെച്ചാൽ മതി. ഇതെന്താ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് എല്ലാം ഒന്ന് എണ്ണയിലിട്ടിട്ട് കോരിയെടുക്കാം. നമ്മളിതിലില്ലേ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത് എന്തിനറിയോ? ഈ പഴംപൊരിക്ക് നല്ല ക്രിസ്പിനെസ് വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പഴംപൊരിക്കും എല്ലാം നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കുമ്പോഴും എപ്പോഴും അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത് അതിലൊരു ക്രിസ്പിനെസ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.
നമ്മളെ പഴംപൊരി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റിയൊരു സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഈ പഴംപൊരി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് ഒന്ന് അറിയിക്കണം. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. ഓക്കെ, താങ്ക് യു.